ഞങ്ങൾ വിചാരം ഫ്രണ്ടലി കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്, അടിക്കരുത്, ഉപദ്രവിക്കരുത്, അങ്ങനത്തെ ആയിരുന്നു ഇൻസ്ട്രക്ഷൻസ്. അത് തന്നെയാണ് ഞങ്ങൾ പാലിച്ചത്. പിന്നീടാണ് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ വരുന്നത് ഫ്രണ്ടലി ഇതൊന്നും ഡ്രാമ. പ്രധാനമന്ത്രിയുടെ സുരക്ഷ കണക്കിലെടുത്താണ് സമരക്കാരെ സ്ഥലത്തു നിന്ന് മാറ്റിയതെന്നായിരുന്നു യതീഷ് ചന്ദ്ര കമ്മീഷന് മൊഴി നൽകിയത്. എന്നാൽ യതീഷ് ചന്ദ്രയെ വെല്ലുവിളിച്ചുകൊണ്ട് ലാത്തികൊണ്ട് സമരത്തിനിരുന്നവരെ പോലീസ് അടിക്കുന്നത് താൻ നേരിൽ കണ്ടുവെന്ന് 7 വയസ്സുകാരൻ അലൻ കമ്മീഷനെ അറിയിച്ചു. യതീഷ് ചന്ദ്രയെ ചൂണ്ടിക്കാട്ടിയായിരുന്നു സമരത്തിന് സ്ഥലത്തുണ്ടായിരുന്ന അലൻ കമ്മീഷന് മുമ്പാകെ മൊഴി നൽകിയത്. തീവ്രവാദ ഭീഷണിയുണ്ടെന്ന വ്യാജനെ യാതൊരു പ്രകോപനവുമില്ലാതെയാണ് യതീഷ് ചന്ദ്രയുടെ നേതൃത്വത്തിൽ പോലീസ് മർദ്ദിച്ചതെന്ന് സമരക്കാരും കമ്മീഷന് മുമ്പാകെ മൊഴി നൽകി. തുടർന്ന് ലാത്തിചാർജ് നടന്ന സ്ഥലത്തെയും പോലീസ് സ്റ്റേഷനുകളിലെയും ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഹാജരാക്കാൻ യതീഷ് ചന്ദ്രയോട് കമ്മീഷൻ ആവശ്യപ്പെട്ടു. ബാക്കിൽ വേണ്ടിയിട്ടാണ് മറ്റു പാർട്ടികൾ കത്തിച്ചിരിക്കുന്നത്. ഈ ഇത് എന്താ പറയാം, ഇതൊരു ഓവറോൾ ഒരു ക്രൂരതയാണ്. അങ്ങനത്തെ ഒരു കാര്യങ്ങളാണ് ഉള്ളത്. 100% ഇവർ പ്രീ പ്ലാൻഡ് ആണ്. ഒരു വയലൻസ് തന്നെ വേണമെന്ന് പറഞ്ഞ ഒരു പ്രീ പ്ലാൻ ആണ്. ഇത് ബന്ധപ്പെട്ട എല്ലാ എവിഡൻസുകളും ഞങ്ങൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഞങ്ങൾ രാവിലെ 7 മണിക്ക് വന്ന ആളുകൾ വൈകുന്നേരം 4:30 വരെ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. അതാണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ്. ദാറ്റ് മീൻസ് ഞങ്ങൾ അത്ര ഒരു സമാധാനപരമായിട്ടാണ് പോലീസ് കൈകാര്യം ചെയ്തത്. അപ്പോൾ അരമണിക്കൂർ ഉള്ളിൽ ഇവന്മാർ ഫാക്ടറി കത്തിക്കാൻ പോയപ്പോൾ നമ്മൾ വേറെ വഴിയില്ലാതെ ഓൺലി ഗ്യാസാണ് ഞങ്ങൾ ഉപയോഗിച്ചത്. അപ്പോൾ ഗ്യാസ് വന്നപ്പോൾ കണ്ണ് കുറച്ചും പ്രശ്നം വരും. അതാണ് പരിക്കെന്താ പറഞ്ഞാൽ. അല്ലാതെ ഞങ്ങളുടെ ഭാഗത്തിൻ്റെ ഒരു ചെയ്തിട്ടില്ല. അപ്പോൾ പോലീസൊന്നും ചെയ്യാത്തത് എന്തിനാ? കുട്ടികൾ, സ്ത്രീകളെ ഞങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. ഞങ്ങളത് ഉത്തരവാദമാണ്. ആ ഒരു കാര്യം ഞങ്ങളവർ ഏറ്റെടുത്ത ഒരു ഉത്തരവാദിത്തം ഇവർ വീക്ക്നെസ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഇവരുടെ ഒരു ഇന്റർണൽ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്സ് അവരവരുടെ സ്വകാര്യ ഒരു കാര്യങ്ങൾ അവർ സാധിക്കാൻ വന്നിട്ടുണ്ട്, സാധിച്ചിട്ടില്ല. നമ്മളിപ്പോൾ ഇനി ഞങ്ങൾ ലീഗലായിട്ടുള്ള നടപടിയിലേക്ക് പോകും. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ വളരെ ശക്തമായ ലീഗൽ നടപടിയിലേക്ക് പോകും. ശക്തമായ ലീഗൽ കാര്യങ്ങൾ പ്രോസസ് ഉണ്ട്. അത് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ എടുത്ത് വെക്കുക. ഒരുപാട് പോലീസുകാർ ഇപ്പം നിങ്ങൾ അകത്ത് തന്നെ കാണാം, കൈകളെല്ലാം അവരെ ഫ്രാക്ചർ ആയിരിക്കുക, SHO കാല് ഫ്രാക്ചർ ആയിരിക്കുക. അപ്പോൾ ഞങ്ങൾ പോലീസുകാരനെ നോക്കുന്നുണ്ട്. പിന്നെ വേറെ സ്ഥലത്തിൻ്റെ പാർട്ടി വരുന്നുണ്ട്. ഇങ്ങനെ ഒരു മൾട്ടിപ്പിൾ ആക്ഷൻസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ട്. ഫസ്റ്റ് ഞങ്ങൾ പോലീസുകാരുടെ സംരക്ഷണം ഞങ്ങൾക്ക് വളരെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. ദാറ്റ് വി ആർ ടേക്കിംഗ് കെയർ. അപ്പോൾ ഐഡൻറ്റിഫിക്കേഷൻ ഉള്ള കാര്യങ്ങൾ that will happen as per the legal process.